ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കൊല്ലത്തെ വിഷുവൊക്കെ നമ്മുടെ കഴിഞ്ഞല്ലേ. വിഷുവിന് ഞങ്ങളുടെ ഒരു ചെറിയ ആഘോഷം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഷോപ്പിങ്ങും പിന്നെ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് അൽവദ മാളിലുള്ള ലുലുവിലേക്കാണ്. ഇവിടുന്ന് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഏത് ഫെസ്റ്റിവൽ ആയാലും എനിക്ക് ലുലുന്ന് ഷോപ്പ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. കാരണം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ആ ഫെസ്റ്റീവ് മൂഡ് അനുസരിച്ചിട്ടുള്ള എല്ലാത്തരം ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികളുടെയൊക്കെ പട്ടുപാവാട സെറ്റ്സ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുർത്തീസ്, സാരീസ്, ഹാഫ് സാരീസ്, പിന്നെ ആണുങ്ങൾക്കുള്ള ഷർട്ട്സ്, കുർത്താസ് ഒക്കെ ഉണ്ട്. നിച്ചുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പാവാടയും ബ്ലൗസാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ 79, 69, 89 അങ്ങനത്തെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഡ്രസ്സിങ് സെക്ഷനിലേക്ക് പോയി. അപ്പോൾ മേലിൽ നമ്മൾ കണ്ടത് വേറൊരു ഡ്രസ്സിങ് ഷോപ്പാണ്. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് ലുലുവിൻ്റെ ഇൻസൈഡിലേക്കുണ്ട്. അവിടെ ഞാൻ ലേഡീസ് കുർത്താസൊക്കെയാണ് നോക്കിയത്. അപ്പോൾ എനിക്കിത് ഈ ഗ്രീൻ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നേരെ പോയത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്, മാക്സിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. അവിടെ കുറേ ജുവലേഴ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സ് മാത്രമല്ല, നമ്മുടെ ആക്സസറീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനനുസരിച്ചുള്ള ഒരുപാട് ആക്സസറീസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഓരോ ടൈമും ഇത് മാറും കിട്ടും. അപ്പം എനിക്കിവിടുത്തെ കമ്മലും മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ്, റീസണബിൾ പ്രൈസുമാണ് അതിനൊക്കെ. ഇത് ഉണ്ടോ നല്ല ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള മാലയൊക്കെ. അങ്ങനെ എനിക്ക് ലിൻഡോസ് ഒരു മാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ക്യൂട്ടാണ്, നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു മാലയാണ്. അതിന് 37 ദിർഹംസ് ആണ് വരുന്നത്. കുട്ടികൾക്കുള്ള ചപ്പൽസ്, കാഷ്വൽസ്, അങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസും ഇവിടെ ഉണ്ട്. ലേഡീസ് ബാഗൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനും ഒക്കെ റീസണബിൾ പ്രൈസാണ്. ഹെയർ ക്ലിപ്സൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയൊക്കെയുള്ള ക്ലച്ചസാണ് ഇതെല്ലാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം സമയം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി നമ്മൾ അടുത്ത മാളിലേക്ക് പോവാണ്. അടുത്ത് നമ്മൾ WTC മാളിലേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിച്ചുവിൻ്റെ ഡ്രസ്സ് നമ്മൾ ഇവിടുന്ന് എടുത്തില്ല. അവിടുത്തെ ഒരു ലുലു ഉണ്ട്, അവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൂടെ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ WTC മാളിലുള്ള ലുലുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അബുദാബി സിറ്റി തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 4-5 മാൾസ് ഉണ്ട്. നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. വേണമെങ്കിൽ കാറിനാണെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ സിറ്റി തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഏത് മാളിലേക്കുള്ളിൽ നമുക്ക് പോകാം. അപ്പം എല്ലാ ലുലുവിൻ്റെ ഔട്ട്ലെറ്റിലും ഇതുപോലെ വിഷുവിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. വിഷു എന്നല്ല, എല്ലാ ഫെസ്റ്റിവും അവർ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു മൂഡ് കിട്ടണമെങ്കിൽ ലുലുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫെസ്റ്റീവ് മൂഡിലേക്ക് തന്നെ ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരു വൈബാണ്. അപ്പോൾ നമ്മുടെ ദുബായിൽ വൈറലായ കുനാഫ ചോക്ലേറ്റ് ഇവിടെ അബുദാബിയിലുണ്ട്. ഇതിന് 25, 35 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളത് മേലത്തെ സെക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെയാണ് ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോർ ഉള്ളത്. അപ്പോൾ ഇവിടെ ചെന്നത് ഇവിടെ ഇങ്ങനെ ചുരിദാർ സെറ്റായിട്ടൊക്കെ ഉണ്ട് കേട്ടോ.
129 സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ അത് നിച്ചുവിന് വേണ്ടിയിട്ടുള്ള അവിടെ കണ്ട സെയിം പാവടയും ബ്ലൗസൊക്കെ ഇവിടെ ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നിച്ചു ദേ അവിടെ ഇരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ചെയ്യുകയാണ്. അങ്ങനെ അവിടുത്തെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് വന്നു. താഴത്തെ ഫ്ലോറിൽ വന്നപ്പോൾ അവിടെ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ വെച്ചിട്ടുണ്ട്. കൃഷ്ണനും നിലവിളക്കും എല്ലാം വെച്ച് ചട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ പിടിച്ച് മാറ്റിയതാണ്. പിന്നെ നമ്മുടെ കായ വറുത്തതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചക്ക ഫെസ്റ്റിവലും കൂടി നടക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ ചക്കയുടേതായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്, പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിച്ചുവിന് ഞാനൊരു കായ വറുത്തതിൻ്റെ ബോക്സ് എടുത്ത് കൊടുത്തു. അപ്പോൾ അവൾക്ക് വിശക്കുന്നുണ്ടാകുന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞു കേട്ടോ നമ്മൾ അവിടുന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ. അപ്പോൾ അവൾക്കൊരു ഫിഷ് ഫില്ലറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു ലുലുന്ന്. അപ്പോൾ ഇതിന് നമ്മൾ ബില്ലടിച്ചിട്ടില്ല, നമ്മൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കവർ കൊണ്ട് കാണിച്ച് പിന്നെ കേട്ടോ ബില്ലടിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. അച്ചപ്പം, കുഴലപ്പം, ഇതൊക്കെ അത്ര ഓയിലൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. നല്ല ക്വാളിറ്റിയൊക്കെയുള്ള സ്നാക്സാണ് എല്ലാം. നമ്മുടെ ലഡു അത് ഞാൻ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുഴലപ്പം, അച്ചപ്പം ഒക്കെ ഞാൻ എപ്പോൾ പോയാലും എടുക്കുന്ന ഐറ്റംസാണ്. ലുലുവിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഈ ട്രോളിക്കുള്ളിൽ കയറിയിരിക്കണം, അത് നിർബന്ധമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് മിക്ക കുട്ടികളും ഇങ്ങനെ ഇരുന്ന് പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ അവർ കംഫർട്ടായിട്ട് ഇരുന്നോളുവേ. അത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിഷു ഡേയുടെ രാവിലെ കണി കാണാൻ വേണ്ടി എണീറ്റ് വന്ന് ഞാൻ വിളക്കൊക്കെ ഒന്ന് കത്തിക്കുക. ഇത് നമ്മൾ തലേദിവസമേ ഒരുക്കി വെച്ചതാണ് രാവിലെ കണി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മലയാള മാസത്തിൻ്റെ ന്യൂ ഇയർ ആയിട്ടാണ് വിഷു ആഘോഷിക്കപ്പെടുന്നത്. പിന്നെ വിളവെടുപ്പിൻ്റെ ഒരു ആഘോഷമായിട്ടും നമ്മൾ വിഷു ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ന്യൂ ഇയറിൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ചയെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസമല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള വർഷം നല്ല സമ്പന്നതയും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞതായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണി കാണുന്നത്. അപ്പം കൊന്നപ്പൂവും ഫ്രൂട്ട്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വെക്കാം. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിഷുക്കണി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓട്ടുരുളിയിലാണ് നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ വെക്കേണ്ടത്. ഓട്ടുരുളി ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉരുളിയിൽ വെക്കാം. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാസ്ക്കറ്റിലാണ് വെച്ചേക്കുന്നത്. ഫ്ലവേഴ്സായിട്ട് ബന്ദിപ്പൂവും മുല്ലപ്പൂവാണ് വാങ്ങിച്ചത്. മുല്ലപ്പൂ നമ്മൾ തലയിൽ വെക്കാൻ കൂടി വാങ്ങിച്ചതാണ് നിച്ചുവിൻ്റെ എനിക്കുമായിട്ട്. അപ്പോൾ ഇത് മുല്ലപ്പൂവിൻ്റെ മൊട്ടാണ്. മൊട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ പെട്ടെന്ന് വാടില്ല, അതുകൊണ്ട് മൊട്ടാണ് ലിൻഡോസ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ നിച്ചുവിനെ വേഗം തന്നെ ഞാൻ കുളിക്കാൻ കയറ്റി. കാരണം കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അവൾ കുറേ കഴിഞ്ഞ് ഇറങ്ങി വരത്തുള്ളൂ, വെള്ളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് വേഗം ചായ ഇട്ടു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് കഴിക്കാനായിട്ട് നിച്ചുവിന് ഇഡലി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ചമ്മന്തി ഇഷ്ടമല്ല, പക്ഷേങ്കിൽ അവൾ സാമ്പാർ കൂട്ടിയേ കഴിക്കുകയുള്ളൂ. എങ്കിലും ചമ്മന്തി സൈഡിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മസാല ദോശയാണ്. ഇവിടെ അടുത്തുള്ളൊരു കഫറ്റീരിയയിൽ നിന്ന് വാങ്ങുന്നതാണ്. നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം സദ്യവട്ടങ്ങളിലേക്ക് കടന്നു. നമുക്ക് വേഗം സദ്യ ഉണ്ടാക്കണം. അപ്പോൾ സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറിയൊക്കെ ഇവിടെ റെഡിയാണേ. അതിൻ്റെ ഇടയ്ക്ക് വിഷുവിൻ്റേതായ രീതിയിലുള്ള ചെറിയ ചെറിയ ഫോട്ടോഷൂട്ട്സൊക്കെ ഞങ്ങൾ നടത്തി. നിച്ചുവിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു, ഞങ്ങളുടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കുറേ സമയമൊക്കെ അങ്ങനെ പോയി. അതിൻ്റെ ഇടയ്ക്ക് സദ്യയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ക്ഷീണിച്ച് കഴിഞ്ഞ് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇലയിട്ട് കണ്ടപ്പോൾ ആദ്യമേ നിച്ചു ഓടി വന്നിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പപ്പടം കാച്ചിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സദ്യ തുടങ്ങാം.
വിച്ചുവിന് ആ ഇലയുടെ അടുത്തിരിക്കുന്ന പപ്പടം മാത്രം മതി. അവൾ ചോറൊന്നും വാരി കഴിച്ചില്ല കേട്ടോ, പപ്പടം മാത്രം എടുത്തിട്ട് കഴിച്ചേ. നമ്മുടെ സദ്യയുടെ അവസാനം പായസം, പപ്പടം, പഴം ഇത് മൂന്നും കൂട്ടി കുഴച്ച് വേണം കഴിക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മുടെ സദ്യയുടെ നിയമം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യയുടെ ക്ഷീണത്തിൽ ഒരു ഉറക്കം. അതോടുകൂടി വിഷു കഴിഞ്ഞു. ഇനി നമ്മൾ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.